ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലൊന്നും കഴിക്കാനില്ലായിരുന്നു. അപ്പോൾ ഞാനും അജുവും കൂടെ അജുണ്ടി അയ്യോ അജു കാണാനില്ല ഗൈസ്. അജു ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞാനും അജുവും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ കറണ്ട് ഇല്ല, ചെറിയ മഴ ചാറുന്നുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ റൈഡർ കണ്ണാപ്പി വരുന്നുണ്ട്. ഞങ്ങൾ ഷോപ്പ് എങ്ങനെ പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പുതിയൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുവാണ്. നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുകവലയിലെ CPM ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കടയുണ്ട്, മലബാർ ഫ്രഷ് എന്ന് പറഞ്ഞത്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മൾബയല്ലേ മലബാർ ഒരു കടയിൽ വന്നേക്കുവാണല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആഴ്ച മൊത്തം എക്സാമാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആയിരുന്നു. എളുപ്പമായിരുന്നു. പക്ഷേ എൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല തലവേദന എടുത്ത് പണ്ടാരം തുടങ്ങി. അങ്ങനെ കിടന്ന് ഉറങ്ങി വന്നപ്പോഴാണ് ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ എൻ്റെ ഉറക്കം പോയി. അപ്പോൾ അപ്പം തൊട്ട് തുടങ്ങിയ തലവേദനയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ചായ കുടിച്ചിട്ട് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഹുസൈനിക്കയുടെ കടയിൽ നിന്ന് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. അതും കൂടെ കാണിക്കാൻ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നല്ല ചൂട് ചായ, ഞാൻ ചായ കുടിക്കാത്ത ആളാണ്, പക്ഷേ ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തൊടുപുഴയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഈ നമ്മുടെ ചായ ഗൈസ്. അപ്പം തൊടുപുഴയിലുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ മങ്ങാട്ടുകവല CPM പാർട്ടി ഓഫീസിൻ്റെ അടുത്തായിട്ട് ഒരു മലബാർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു കടയുണ്ട്. അവിടുത്തെ നല്ല ചായയാണ്, നല്ല മസാല ചായയാണ്. ഞാൻ ശരിക്കും കോഫി ലവറാണ്, അങ്ങനെ ടീ ഒന്നും കുടിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം കുടിക്കട്ടെ. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ ഹുസൈനിക്കയുടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുകയാണ് ഗായ്സ്. ഈ മാസ്ക് ഇട്ടേക്കുന്നത് എനിക്ക് തണുപ്പടിച്ചൂടാ, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പോകും. മാടി വിളിക്കും ചിക്കിങ്ങേ, നമ്മളങ്ങോട്ട് പോട്ട്. ഞങ്ങളിപ്പം ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. എടി അതൊക്കെ ഷുഗറാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നും നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്, പഠിക്കുന്ന കാര്യമാണ് കാശ്. പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കാൻ മഴയത്ത് AC കൊള്ളാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ് അജ്മൽ ബിസ്മിയിൽ. പക്ഷെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയ നമ്മുടെ ഹുസൈനിക്കയുടെ കട തന്നെയാണ്. പക്ഷെ ഇത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകും. അല്ലേലും എങ്ങനെയാ, പൈസ ഇല്ലെങ്കിലും എല്ലാം മേടിക്കണം. കാണുമ്പോൾ ഒരു സുഖം. ഇതൊക്കെ മയോണൈസ് പറ്റിയാ. കയ്യിൽ എത്ര പൈസ ഉണ്ട്? കയ്യിൽ അക്കൗണ്ട് 100 രൂപയുണ്ട്. അജിന് വേണ്ടത് ഇതൊക്കെയാണ്. അജു കാര്യമായിട്ട് എന്തോ തപ്പുന്നുണ്ട്. ഇപ്പം ഈ ചേട്ടൻ്റെ പെട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയത് ബ്രെഡ്. ഇത് വേണോ മിൽക്ക് ഇതല്ലേ ഇതിൻ്റെ? ഇത് മതി. എനിക്ക് ഇതൊക്കെ മേടിക്കണം എന്നുണ്ട്, പക്ഷേ കയ്യിൽ 5 പൈസ ഇല്ല. പൈസ ഇല്ല കയ്യിൽ. കൊള്ളല്ലേ? ഇല്ല, ഞങ്ങൾ അതെടുത്തിരിക്കുന്നത് കാശ്. അതിന് എത്ര അടി? 50 രൂപ. ഓക്കെ, ഞങ്ങളെടുത്തു. ഇതൊക്കെ ഇത് എനിക്ക് ഇഷ്ടമല്ല. വേറെ നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ സാധനം ഓർഡർ ചെയ്തു. അക്കൗണ്ടിൽ കറക്റ്റ് രൂപയുണ്ട്, ഞങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ കൊതിക്കും ആക്രാന്തത്തിനും ഒന്നും ഒരു ലിമിറ്റില്ല. എന്നാലും ഇങ്ങനെയല്ലേ മറ്റേ റീലൊക്കെ കാണില്ല, അക്കൗണ്ട് ബാലൻസിലൊന്നുമില്ല. ഞങ്ങൾ ഫ്രണ്ട്. പക്ഷെ ഇവിടെ കാണുമ്പോൾ ഒരു കൊതി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തെക്കാൻ വന്നില്ല, ഞങ്ങൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് കൊള്ളല് ഷോപ്പിച്ച. ഇത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു കഴിക്കുന്നത്. സൂപ്പർ. എക്സ്പ്രഷൻ വരയ്ക്കാം. തിന്നാദ്യം ഇറക്കത്തിട്ടില്ല. സൂപ്പർ. ഞാൻ നേരത്തെ തിന്നിട്ടുണ്ട്. കൊള്ളാല്ലേ ഇത്? ഹായ്
ഇതുണ്ടല്ലോ ഒറ്റയ്ക്ക് മൊത്തം കഴിച്ച് കഴിഞ്ഞാൽ മൊത്തം ഇടിക്കും. 2 ആൾക്കാർക്ക് കഴിക്കാൻ വെത്താം. പെട്ടെന്ന് പഠിക്കും. നല്ല ടേസ്റ്റാണ്. ഇതൊരു ഇച്ചിരി ചൂടാക്കണം. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തരും ചോക്ലേറ്റ്. കൊള്ളാം ഗൈസ്. എന്നിട്ട് പൈസ സെറ്റാക്കും. തിന്നിട്ട് വയറ് നേരം തിന്നിട്ട് പൈസ ഇല്ലെങ്കിൽ പൈസ സെറ്റാക്കും. ക്ലോസ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഒരു ഇത് വാങ്ങിക്കാൻ പൈസ അല്ലേ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കും. അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പൈസ. ക്ലോസ് ആക്കി ഞങ്ങൾ മാത്രം ഉണ്ട് കഴിച്ചോടെ. അജി മാത്രം കണ്ടു. ഞങ്ങൾ കയ്യിൽ ഭയങ്കര കാശ് തരായിരുന്നു. പിന്നെ ഞങ്ങൾ അക്കൗണ്ടിൽ വേണം അത്രേ. പിന്നെ ഒന്നും നോക്കിയില്ല. ജിത്തിനെ വിളിച്ചപ്പോഴത്തേക്ക് ജിത്ത് തെറിയായിരുന്നു. ആര് പറഞ്ഞു കേക്കൊക്കെ അവനെ കൂട്ടാണ്ട് തിന്നേനെ. അല്ലാണ്ട് നമ്മൾ തിന്നേനല്ല, അവനെ കൂട്ടാണ്ട് തിന്നേനാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച അരി കഴിച്ചു. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ കഴിക്കാനല്ല വന്നത്, ആർത്തി കൊടുത്ത് കഴിച്ചിട്ടാണ് ഗൈസ്. തരാം എനിക്ക്. യു ആർ ഹാപ്പി. കൊള്ളാം. ഇതിനകത്തുണ്ടോ ഒന്ന് പിടിച്ചു. കൊള്ളൂല ഗൈസ്. പക്ഷെ തിന്നാൻ കൊള്ളൂല, കാണാനേ കൊള്ളൂല. വെച്ചോളൂ. ഞങ്ങൾ ഈ 2 സാധനം അടിക്കാനാണ് ഇത്ര നേരം വയ്ക്കുന്നത്. വെയിറ്റ് ചെയ്യാം. പൈസ ഇല്ലല്ലോ. വെച്ചു. നമ്മുടെ ഒരു ദാരിദ്ര്യം ആരോട് പറയട്ടെ ഗൈസ്. ഇത് കാണും പത്തറിഞ്ഞോട്. ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടുപേര് കണ്ട് ഞങ്ങളുടെ അത് നീ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാക്കണം പിള്ളേരുടെ ദാരിദ്ര്യത്തിലോ. അപ്പം നിങ്ങളുടെ ഒരു സ്ഥലത്താടെ ഒരു സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് 20 രൂപ കൂട്ടിയിട്ട് ഇത് ചെയ്യുമേ. എത്ര നേരം ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാഗി ഒരു ബ്രെഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മേടിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കേസ് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഹുസൈനിക്കയുടെ ഷോപ്പിംഗ് കടകളിൽ പോയി ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് സത്യം പറയും ഇവിടെ നിന്നൊന്നും ഞങ്ങൾ മേടിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഓഫർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓഫർ ഉണ്ടായിരുന്നല്ലേ. ഇത് 160 രൂപയുടെ മാഗി ആയിരുന്നു. സാധനങ്ങളൊക്കെ ആയിരുന്നു ഓഫർ. ഇത് 160 രൂപയുടെ മാഗി 140 രൂപയ്ക്ക് കിട്ടി. ഇനി നമ്മൾ അത് കഴിഞ്ഞ് ഹുസൈനിക്കട കടയിൽ ചെന്ന് പിന്നെ അവിടെ ഒരു ഡോള് മേടിച്ച് ജിത്തുവിൻ്റെ അടുത്ത് പോകണം. അതിന് പനിയാണ് അത്രേ. അയ്യോ 5 minutes ആയാലും പ്രയത്നം. ജിത്തു ഓക്കെ ഗായ്സ് ബൈ. ഞങ്ങളുടെ ഹുസൈനിക്കട സൂപ്പർ മാർക്കറ്റ്. ഹുസൈനിക്ക കാണിക്കേ ഹായ് കാണിക്കേ. ഇതില്ല ഗൈസ്, ഇതാണ് നമ്മുടെ ഹുസൈനിക്കയുടെ സൂപ്പർ മാർക്കറ്റും. ഞങ്ങൾക്ക് ആകെ അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു കട ഇതാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ പറ. അതല്ലല്ലോ ഇത്ര ഉള്ളൂ. കൊടിശ്ശേരി ആവട്ടെ. അതെന്തായാലും ആവുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ 3 മുട്ട മേടിച്ചു ഗൈസ്. ഹുസൈനിക്കയുടെ കടയിൽ വരണം എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അങ്ങനെ ഞങ്ങൾ മുട്ട മേടിച്ച് ഹുസൈനിക്കയുടെ കടയിൽ നിന്ന് തിരിക്കുകയാണ്. ഓക്കെ ചേട്ടൻ പറഞ്ഞത് ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റിറ്റ്യൂഡ്സ് 26/6/2024 എഴുതിയ എക്സാം ഞാൻ തോക്കും. തോറ്റാൽ ചേട്ടൻ ഞാൻ പറയുന്നത് എന്ത് വാങ്ങിച്ചു തരും. ജയിച്ചാൽ അതോടല്ലേ പറയുന്നത്. അയ്യോ ജയിച്ചാലല്ലേ വാങ്ങിച്ചു തരുന്നേ. ചേട്ടൻ എക്സാമിന് ജയിച്ചാ ഇവള് എന്ത് വാങ്ങിത്തരും. തോറ്റാലോ തോറ്റാ നീ പറ. നീ പറയുന്ന എല്ലാം ചേട്ടൻ മേടിച്ചു കൊടുക്കണം. അയ്യോ അത് നേരെ ചേട്ടന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചേട്ടന്റെ ഒത്തിരി വീഡിയോ എടുത്ത് നോക്കി കേട്ടാ. ചേട്ടന്റെ ഒത്തിരി വീഡിയോ എന്റെ ഉണ്ട്. മറ്റേ നമ്മുടെ വീട്ടിൽ വെച്ചെടുത്ത വീഡിയോ, ലവ് ലെറ്റർ വെച്ചെടുത്ത വീഡിയോ, പിന്നെ മറ്റേ അവിടെ എടുത്ത വീഡിയോ, എന്നെ ട്രോളി ആൾക്കാരെ കൂട്ടലാണ്. ചേട്ടൻ അപ്പം തന്നെ എന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടിയുടെയും കൈ വേറ്ററിയൊക്കെ ഇട്ടിട്ട് ഷോർട്സിനകത്ത്. അച്ഛൻ ഫാൻസ്. അച്ഛനാണെങ്കിൽ ചിരിച്ചിരിച്ചു. ഗൈസ് അങ്ങനെ ചേട്ടനൊക്കെ കണ്ട് കുറച്ച് നേരം പരദൂഷണം കുറ്റവാടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി. കാരണം ജിത്തുവിന് ചെറുതായിട്ട് പനിയുള്ളതുകൊണ്ട് അവന് ഞങ്ങൾ ഡോള് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചായപ്രേമി കയറി ചായയൊക്കെ കുടിച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് അവിടെ നിന്ന് ഞങ്ങൾ പിരിയുകയാണ് ഗൈസ്.
അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. Ta-da!